തമിഴ്നാട് ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി പൊള്ളാച്ചിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്ന ബലൂണ് പാലക്കാട് വന്ന് പതിച്ചു. 2 കുട്ടികളടക്കം 4 പേരുമായി പറന്നുയർന്ന ബലൂണാണ് പാലക്കാട് കന്നിമാരി മുള്ളൻതോട് പാടത്തേക്ക് ഇറങ്ങിയത്. ഇന്ധനം തീർന്ന് നിയന്ത്രണം നഷ്ടമായ ബലൂണ് നെൽവയലിൽ ഇടിച്ചിറക്കുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിച്ച 10 ബലൂണുകളാണ് പൊള്ളാച്ചിയിൽ നടക്കുന്ന തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഇതിലൊരു ബലൂൺ നിയന്ത്രണം വിട്ട് പറന്നുയർന്നാണ് പാലക്കാട് എത്തിയത്. കഴിഞ്ഞയാഴ്ച ചെന്നൈയിൽ തമിഴ്നാട് ടൂറിസം വകുപ്പിന്റെ ബലൂൺ ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പൊള്ളാച്ചിയിൽ നടന്ന 2ാം പാദത്തിനിടെയാണ് അപകടം. സന്ദർശകർക്കായി ചൂടുവായു നിറച്ച ബലൂണുകളിൽ ടെതേഡ് ബലൂൺ റൈഡുകൾ സംഘടിപ്പിച്ചിരുന്നു. അതായത് 80 അടി ഉയരത്തിൽ വരെ ഉയർന്നു പറക്കുന്ന ബലൂണുകളിൽ കയറാനുള്ള അവസരം. ബലൂൺ നിയന്ത്രണം വിട്ട് ഉയർന്നു പറക്കാതിരിക്കാൻ ഭൂമിയുമായി വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. എന്നാൽ പൊള്ളാച്ചിയിൽ നിന്ന് പറന്നുയർന്ന ആനക്കുട്ടിയുടെ രൂപത്തിലുള്ള ഈ ബലൂണിന്റെ നിയന്ത്രണം നഷ്ടമായി. തമിഴ്നാട് പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ 2 മക്കളും ബലൂൺ നിയന്ത്രിച്ചിരുന്ന വിദേശികളായ ദമ്പതിമാരും ബലൂണിന്റെ ബക്കറ്റിലുണ്ടായിരുന്നു. 20 കിലോമീറ്ററോളം പറന്ന് രാവിലെ 8:15ഓടെയാണ് ബലൂൺ പാലക്കാട് കന്നിമാരിയിലെ പാടത്തിന് മീതെ എത്തിയത്. ഇതിനിടെ ചൂടുവായു ഉണ്ടാക്കാനുള്ള ഇന്ധനവും തീർന്നു. ആകാശത്ത് നിന്ന് ആന ബലൂൺ തന്റെ പാടത്തേക്ക് താഴുന്നത് കർഷകനായ സുധനകുമാറാണ് ആദ്യം കണ്ടത്. സുധനകുമാറും ചെറിയച്ഛൻ കൃഷ്ണൻകുട്ടിയും ചേർന്ന് ബലൂൺ ഉയരത്തിലേക്ക് പോകാതെ പിടിച്ചുകെട്ടി. തൊട്ടപ്പുറത്തെ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും സഹായത്തിന് ഓടിയെത്തി. സൗണ്ട് കേട്ടത് മറ്റേ ഭയങ്കര ഒച്ചപ്പാടിലാണ് സംഭവം വന്നത്. ഈ ഗ്യാസ് കത്തുന്ന സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവര് ഓൺ ചെയ്ത് നോക്കുമ്പോൾ സംഭവം രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഞാൻ ചാടി വന്നത്. പറമ്പിൽ ഇഷ്ടംപോലെ തെങ്ങും പനയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ അടിച്ച് വരികയാണ് ഇവര്. അപ്പോഴാണ് ഇവര് ഹെൽപ്പ് മീ പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചു നിർത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഇലക്ട്രിക് ലൈൻ, പിന്നെ ഒരു 50 മീറ്റർ പോയ ഡാം. ബലൂൺ പതിച്ച് 1 ഏക്കറോളം കൃഷി നശിച്ചു. സുധനകുമാറിന് പരാതിയില്ല. കൃഷി നശിച്ചാലും ബലൂണിലുള്ളവർ രക്ഷപ്പെട്ടല്ലോ. ഞാറ് നട്ട് 2 മാസമായിരുന്നു. ഏറെ വൈകിയില്ല. അതിനെയും നടാം. തൊട്ടടുത്ത് അണക്കെട്ടുണ്ടായിരുന്നു. എമ്പാടും വൈദ്യുതി ലൈനുകളും ഉണ്ടായിരുന്നു. അവിടെയൊന്നും വീണില്ല. എല്ലാവരും സുരക്ഷിതർ. ആശ്വാസം. ആകാശത്ത് നിന്ന് ആന ബലൂൺ പറന്നിറങ്ങിയത് നാട്ടുകാർക്കൊരു കൗതുക കാഴ്ചയുമായി. പോലീസും ബലൂൺ കമ്പനി അധികൃതരുമെല്ലാം പിന്നാലെ എത്തി. ശേഷം പാടത്ത് വീണ ബലൂൺ ചുരുട്ടിയെടുത്ത് കമ്പനി അധികൃതർ മടങ്ങി. ന്യൂസ് മലയാളം, പാലക്കാട്.